വാ ഫ്രഷ് മീൻ. ഇതിൻ്റെ വലുതുണ്ടാവില്ല ഇതിനകത്ത്. ഹായ് ഹലോ, വൈറ്റിൽ ഓറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിൽ തന്നെയാണ്. പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് എന്ന് പറഞ്ഞ ഒരു പ്രദേശത്താണ്. കൊല്ലങ്കോട്, അതായത് കൊല്ലങ്കോടിനെ പറ്റി പറയുകയാണെങ്കിൽ കേരളത്തിനും തന്നെ നമ്പർ 1 പ്രകൃതി സൗന്ദര്യമുള്ള ഒരു സ്ഥലമാണ്. ആകാശം മുട്ട നിൽക്കുന്ന മലകളാണ്. അതാണ്ടോ നമ്മൾ കാണിച്ചു കൊടുക്കുക. മല കണ്ടാൽ തന്നെ അറിയാം ആകാശം മുട്ട നിൽക്കുന്നുണ്ട്. അടിപൊളി വ്യൂ ആണത്. എന്താ വെച്ചാൽ അത്രയും ഹൈറ്റിൽ, അപ്പോൾ അത്രയും ഹൈറ്റിൽ നിന്ന് ചുറ്റപ്പെട്ട് കിടക്കട്ടോ മല. അത് ഒരു ഏരിയ മാത്രമല്ല, ഫുള്ള് പ്രദേശങ്ങൾ ചുറ്റപ്പെട്ട് കിടക്കുന്ന ആ ഒരു ഏരിയയിൽ നിന്ന് ആ മലേൻ്റെ മുകളിൽ നിന്നുള്ള വെള്ളം എല്ലാം കൂടി ഉത്ഭവിച്ച് വന്നിട്ട് ഒരു സ്ഥലത്ത് വന്ന് സംഗമിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ചുള്ളിയാർ ഡാമിൻ്റെ പ്രദേശത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ വരാൻ കാരണം ഇങ്ങനെ ഇത്രയും വലിയൊരു ജലസംഭരണി ഇവിടെ നിൽക്കുമ്പം അതൊന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് നിങ്ങൾക്കൊന്ന് അറിയിക്കണം എന്നുള്ള, നിങ്ങൾക്കൊന്ന് അതിൻ്റെ വ്യൂ കാണിച്ചു തരണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ഇവിടെ വന്നത്. അപ്പോൾ ചുള്ളിയാർ ഡാമിൻ്റെ അങ്ങോട്ടുള്ള എൻട്രിയിലെ ആ റോഡുമേൽ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം. സ്കിപ്പ് ചെയ്ത് കാണട്ടോ, ഇതൊരു ലെങ്ത് വീഡിയോ ആണിത്. ആരും സ്കിപ്പ് ചെയ്യരുത്, എല്ലാം ഫുള്ളായിട്ട് കാണാം. അപ്പം വീഡിയോയിൽ പോകുന്നതിന് മുന്നേ എന്നും പറയുന്ന പോലെ തന്നെ എൻ്റെ വൈറ്റി വ്ളോഗർ എന്ന ഈ ചാനൽ, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ഇനിയും ചെയ്യാത്തവർ അതിനൊന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ഫോണിൽ വന്ന് ചേരും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതേണ്ട മല പറഞ്ഞാൽ വമ്പം മലയാണ്. ആകാശം മുട്ടി നിൽക്കുകയാണത്. അത്രയും ഹൈറ്റിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. കണ്ടോ, ഇത് ഡാമിൻ്റെ പ്രദേശം. അതായത് ഈ കൊല്ലങ്കോട് എന്നൊരു പ്രദേശം പാലക്കാടിൻ്റെ ഒരറ്റത്താണുള്ളത്. തമിഴ്നാടും എല്ലാം കൂടെ ബോർഡർ. അതുകൊണ്ട് തന്നെ നല്ല നല്ല കാലാവസ്ഥ. അതായത് ഫുള്ള് വേപ്പിൻ്റെ മരങ്ങളും അങ്ങനെ തന്നെ മാവ് എന്ന് നല്ല ഹൈറ്റുള്ള മാവ് എന്നല്ലേ തമിഴ്നാട്ടിൽ എങ്ങനെയാണോ മാവുള്ളത് അത് ആ മോഡൽ. പണ്ട് തമിഴ്നാടായതിലൊക്കെ ഈ ഒരു പാലക്കാട് ജില്ല തമിഴ്നാട്ടിൽ പെട്ടതാണല്ലോ. അപ്പോൾ അതിൻ്റെ എല്ലാ ഗുണങ്ങളും ഇവിടെ കൾച്ചർ മൊത്തം തമിഴ് കൾച്ചറാണ് മൊത്തം ഇവിടെ. മല പ്രകൃതി സൗന്ദര്യം നല്ല സ്റ്റൈലാണ് കാണാൻ. അതുണ്ടോ, കണ്ടാൽ തന്നെ ചുറ്റും മല ഇവിടെ വന്നാൽ. അതുകൊണ്ട് തന്നെ ഈ കൊല്ലങ്കോടിൻ്റെ പ്രകൃതി ഭംഗി ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മാത്രമല്ല കേട്ടോ, ഈ വീഡിയോയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അടുത്തും ഇതിൻ്റെ ഒരു എപ്പിസോഡ് 2 പാർട്ട് 2 വരാൻ ചാൻസ് ഉണ്ട്. അത്രയും നല്ല സ്ഥലങ്ങളാണുള്ളത്. ഈ ഒരു ഡാം മാത്രമല്ല ഇവിടെ ഉള്ളത്, ഡാമിന് അനുബന്ധിച്ച് കുറേ സംഭവങ്ങളുണ്ട്. വേറൊരു ഡാമുണ്ട് ഇനി. അപ്പോൾ ആടെയും പോയി നമ്മൾ വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ ഒരു 2-3 പാർട്ടായിട്ട് ഞാനിത് നിങ്ങളെ കൊണ്ട് കാണിച്ചു തരും. പിന്നെ ഒരു വാട്ടർഫാൾസ് ഉണ്ട്, അവിടെയും പോകാം. അപ്പോൾ എന്നാൽ നേരിട്ട് ഡാമിലേക്ക് പോയി നോക്കാം. ഇപ്പോൾ നമ്മൾ ഡാമിൻ്റെ ഏകദേശം ഒരു 1/4 ഭാഗം കഴിഞ്ഞിട്ടോ. അതായത് ഇനിയിപ്പോൾ സ്പിൽവേൻ്റെ അടുത്തേക്ക് കുറച്ച് ദൂരമുള്ളൂ. സ്പിൽവേയാണ് ദൂരം കാണുന്നതാണ് ഡാം. അതായത് വെള്ളം ഡാം അളവിനനുസരിച്ച് വെള്ളം അളവിൽ കൂടുതൽ വെള്ളം ഇത്ര സംഭരണശേഷി. അപ്പോൾ സംഭരണശേഷീൻ്റെ പുറത്ത് വെള്ളം പോയാൽ അത് സ്പിൽവേ വഴി പുറത്ത് തുറന്നിടും. അവിടെ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അവിടെ. ഏതോ ഡാമിനുണ്ടാകുന്നത് പോലെ തന്നെ ഇതാണ് ചുള്ളിയാർ ഡാം. ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചിടാം. ഇതുണ്ടോ, എന്താ വ്യൂ എന്നറിയാം. അടിപൊളി വ്യൂ അത്. ദൂരെ കാണുന്നതൊക്കെ വലിയ മലകളാണ്. ഇതാ ഇതുണ്ടോ, സെൻട്രലായില്ല, ഇനി കുറച്ചുകൂടെ പോകാനുണ്ട്. പക്ഷേ ഡാമിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ വെള്ളം കെട്ടി നിർത്തിയിട്ട് മറു സൈഡിൽ എന്താ അറിയാം, അതാണ് വെറ്റ്. ഇവിടെ
സ്പിൽവേൻ്റെ അടുത്തെത്തിട്ടോ. അവിടെ പോയിട്ട് ബാക്കി കാര്യം കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുള്ളത്. അതായത് വെള്ളം ഈ ഡാമിന് സംഭരണ ശേഷി ഉണ്ട്, അതിൽ കൂടുതൽ, അതായത് സ്കെയിൽ അവിടെയൊക്കെ കാണാം. എത്ര മീറ്റർ, എത്ര അടിക്കണക്കാണ് വെള്ളം കണക്കാക്കുക. അപ്പോൾ നമ്മൾ മുല്ലപ്പെരിയാറിലൊക്കെ കണ്ടില്ലേ 135 അടിയിൽ കൂടുതലായാലും വെള്ളം തുറന്നു വിടണം എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടല്ലോ. അതുപോലെ തന്നെ അതിൻ്റെ ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടാവും. ഏകദേശം എത്ര അടിയാണെന്നുള്ളത് ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും. ഇതിൻ്റെ സംഭരണ ശേഷി അതിൽ കൂടുതൽ വെള്ളം വന്നാൽ തുറന്നു വിടാനുള്ള സംവിധാനമുണ്ട് ഇവിടെ. അപ്പോൾ ഈ ഒരു ഏരിയ ഉണ്ടോ, ഇതാണ് ഈ ഡാമിൻ്റെ ഷട്ടർ. ഈ ഷട്ടർ ഇങ്ങനെ, ഇത് മെഷീൻ വെച്ചിട്ടാണ്, ഇത്രയും ഹൈറ്റും വെയിറ്റൊക്കെ ഉള്ള യന്ത്രമാണല്ലോ, അപ്പോൾ അത് മെഷീനായിരിക്കും പൊക്കാൻ ചാൻസ് കൂടുതൽ. ഇതാണ് ഒരു ഷട്ടർ. 1-2 ഷട്ടർ ഉണ്ട്, ഇനിയുണ്ട് ഷട്ടർ, ഒന്നിവിടെയാണ്. അതായത് ഈ ഡാമിൽ നിന്ന് ഷട്ടർ തുറക്കുമ്പം വെള്ളതാ ഇതുവഴി സ്പിൽ വഴി ഇങ്ങനെ ഒഴുകിപ്പോവും. ഇങ്ങനെ പോയിട്ട് ചിലപ്പോൾ അത് ഭാരതപ്പുഴയിലേക്കായിരിക്കും. അത് നേരത്തെ കണ്ട ചെറിയ ഷട്ടറാണ്. ഇതുണ്ടോ, ഈ ഒരു സംഭവം കണ്ടോ, ഈ ഒരു സംഭവം ഇങ്ങനെ പൊക്ക് ചെയ്യാം. അതിങ്ങനെ കണക്റ്റഡാണ് മെഷീനായിട്ട്. മുകളിൽ അതിൻ്റെ മെഷീൻ ഉണ്ട്, കണ്ടോ. ഈ ഒരു സംഭവം കണ്ടോ, ഇതാണ് ഡാമിലെ 1, 2, 3 ഷട്ടറുണ്ട്. 3 ഷട്ടർ തുറക്കും വെള്ളം ഇത് വഴിയായിട്ട് പോവുകയാണ്. ഉണ്ടോ, ഇതുവഴി ഇങ്ങനെ അങ്ങോട്ട് പോകും. മീനതാ, വലിയ മീൻ ഉണ്ടോ, ഇങ്ങനെ അങ്ങ് പോകും വെള്ളം. ഇങ്ങനെ പോകുന്നത് ചിലപ്പോൾ ഭാരതപ്പുഴയിലേക്കായിരിക്കും. ഒരാളവിടെ ദൂരെ മീൻ പിടിക്കുന്നുണ്ട്. ചൂണ്ടിട്ട് ഇവിടുന്ന് കാണുന്നുണ്ടോയെന്നറിയില്ല. ഈ ഒരു അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഗായത്രി നദിക്ക് കുറുകയാണ്. അതുപോലെ തന്നെ ധാരാളം ജലസമ്പുഷ്ടമാണ് ഈ ഒരു ഗായത്രി നദി. അതുപോലെ തന്നെ ഈ ജലം ഉപയോഗിക്കുന്നത് പാലക്കാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ഈ ജലം ഇവിടുന്ന് കനാൽ വഴിയാണ് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ കനാൽ നമ്മൾ പരിചയപ്പെട്ടതാണ്. അപ്പോൾ അത്തരം കനാൽ വഴി കൃഷി ആവശ്യത്തിന്, അതായത് നെൽപ്പാടങ്ങളിലേക്ക്, ഇവിടെ 90% നെൽകൃഷിയാണല്ലോ കൂടുതലും, എനി ടൈം ഫുൾ ടൈം നെൽകൃഷിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ജലം അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ജലമാണ് ഈ ഡാം വഴി തുറന്നു വിടുന്നത്, സ്പിൽ വേ വഴി തുറന്നു വിടുന്നത്. കനാലിലേക്ക് പോകുന്ന എൻട്രിയാണ് താഴെ കാണുന്നത്. അപ്പം കുറച്ച് ജലം അധികം മിച്ചം വരുന്ന ജലം ഭാരതപ്പുഴയിലേക്ക് ഒഴുക്കി വിടുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് 1966 ഈ ഒരു ഡാം പണി പൂർത്തീകരിച്ച് കമ്മീഷൻ ചെയ്തത്.
അതായത് ഈ ഒരു ഡാമിൻ്റെ ഒരു തലക്കിൽ നിന്ന് തുടങ്ങി ഞങ്ങൾ യാത്ര നടന്നിട്ട്. പക്ഷെ തീരുന്നില്ലതാ, ഇനിയും പകുതി പോലും ആയില്ലെന്നാണ് തോന്നുന്നു. അങ്ങോട്ട് നോക്കുമ്പോൾ കുറേ ദൂരമുണ്ട്. ഇനി ഏകദേശം 1 കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരമുണ്ട്. നമ്മുടെ കേരളത്തിൽ ഏറ്റവും മുല്ലപ്പെരിയാർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ഡാമെന്നാണ് തോന്നുന്നു. കോഴിക്കോട് ജില്ലയിലും ഡാമുണ്ട്, കക്കയം ഡാം. പക്ഷേ അതിൻ്റെയൊക്കെ 10 ഇരട്ടി വലുപ്പത്തിനുണ്ട്. പിന്നെ വയനാട് ജില്ലയിലുള്ളത്. ഇത്ര സ്റ്റൈലാണെന്നറിയാം. പാലക്കാടിൻ്റെ ഭംഗി കാണണമെങ്കിൽ ഇവിടെ നിന്നാൽ മതി. പാലക്കാടിൻ്റെ അല്ല, നമ്മളെ കൊല്ലങ്കോടിൻ്റെ സ്റ്റൈൽ ഇവിടെ നിന്നാണ്. അതാ ആ മല എങ്ങനെ കാണാൻ തന്നെ തോന്നുന്നു, അത്രയും സുന്ദരം. അത് അത്തല വരെ മല കാണുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് കോട മൂടിയിട്ട് കാണുന്നില്ല, ചുറ്റപ്പെട്ട് എടുക്കണമല്ലോ. ഇവിടെ വരെ മലയുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴ്ന്ന പ്രദേശം. അതാ എന്താ സ്റ്റൈൽ. ഈ ഒരു ഡാമിൻ്റെ നിർമ്മാണം കണ്ടോ, നിർമ്മാണ രീതി കണ്ടോ. അത് നമുക്ക് ഇടുക്കിയിലുള്ളത് ആർച്ച് ഡാമാണല്ലോ, ഇതങ്ങനല്ല. ഇത് സ്ട്രെയിറ്റാണിത്, ആർച്ചല്ലത്, സ്ട്രെയിറ്റാണ്. തല വരെ ഈ മോഡലാണ് ഇതിൻ്റെ നിർമ്മാണ രീതി. കരിങ്കല്ല് വെച്ചിട്ട് പണ്ടുള്ള ആ ഒരു കുമ്മായത്തിൽ സെറ്റ് ചെയ്തതാണ്. അത്രയും ബലമാണ് ഇതിനൊക്കെ. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും ഇത്രയും കൊല്ലമൊക്കെ നിൽക്കുന്നത്. അപ്പോൾ കണ്ടോ, ഇപ്പോൾ നമ്മളിവിടെ ചുള്ളിയാർ ഡാമിൽ ഇതിൻ്റെ കാഴ്ച കാണാൻ വന്നപ്പം വേറൊന്നും ഒരു സംഭവം കൂടെ കണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ കുറേ ചേട്ടന്മാർ മീൻ പിടിക്കുന്നുണ്ട്. അത് സാധാ നമ്മൾ മീൻ പിടിക്കുമ്പോഴല്ല, ചെറിയ കൊളുത്തൊക്കെ അല്ലേ, അതൊന്നല്ല. ഒരുപാട് കൊളുത്തിട്ടിട്ട് അതിന് ഒരു 250 ഗ്രാം വെയിറ്റൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ എന്തൊക്കെ അത് ചേട്ടാ, പെല്ലറ്റും പിന്നെ മൈദയും കൂടെ മിക്സ് ആക്കിയിട്ടുള്ള ഒരു ബോൾ. അപ്പോൾ ഇതിനകത്ത് ഒരു 2-3 കിലോ ഉള്ള മീനുണ്ടെന്ന് പറയുന്നത് ഈ ഡാമിനകത്ത്. അത് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മൊത്തം ചൂണ്ടലാണ് അവിടെയൊക്കെ. ഈ ഏരിയ മൊത്തം ഉണ്ട്, 2-3 ആൾക്കാരോട് ചൂണ്ടുണ്ട്. ഇതെന്താ സാധനം? അത് സ്പൈഡർ അല്ല, ഫുഡ് പല്ലറ്റും മൈദ പെല്ലറ്റല്ലേ, രണ്ടുകൂടെ മിക്സ് ആക്കിയിട്ട്. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇതിപ്പോൾ ഇത്രയും വലിയ ബോൾ ഇടുന്നില്ലേ, അപ്പോൾ വലിയ മീനാ കുത്ത്? എത്ര കിലോ ഉണ്ടാവും ഏകദേശം? ചിലപ്പോൾ 2 കിലോ ഉണ്ടാവും, 6 കിലോ ഉണ്ടാവും, 5 കിലോൻ്റെ ഉണ്ടാവും, 1/2 കിലോൻ്റെ ഉണ്ടാവും. വലിയ വലിയ മീനുകളൊക്കെ ഉണ്ട്. അടണം. നല്ല ഞാൻ പറഞ്ഞില്ലേ, ചുള്ളിയാർ ഡാമിലാണ് ഞങ്ങൾ ഉള്ളതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടെ കുറച്ച് ചേട്ടന്മാർ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു വല വെച്ചിട്ട്. അപ്പം മീനിതാ കണ്ടോ. ഇതെന്താ പിലോപ്പിയാ? വേറെ എന്തെങ്കിലും ഉണ്ടോ? അത് മാത്രമേ ഉള്ളൂ അല്ലേ? ഏകദേശം ഒരു മീന് ഒരു 500 ഗ്രാമിൻ്റെ മുകളിലുണ്ട്. ചാടിപ്പോവും. നല്ല ജീവനുള്ള ഫ്രഷ് മീൻ. ഇതാ കണ്ടോ, ഫ്രഷ് തണ്ണിൽ നിന്ന് പിടിച്ച, അതായത് വളർത്തുന്നല്ല കേട്ടോ, ഡാമിൽ നിന്ന് പിടിച്ച മീൻ. അതാ ഒരു ഏകദേശം ഒരു 5 കിലോ ഉണ്ടാവില്ല കൂടി. 5 കിലോ ഉണ്ട്. 5 കിലോ മീൻ ഇനിയും എടുക്കുന്നുണ്ട്. വല അങ്ങോട്ടൊക്കെ എടുക്കുന്നുണ്ട് ഒരാൾ. അപ്പോൾ നല്ല ഫ്രഷ് മീനാട്ടോ, ജീവനോടെ പിടയ്ക്കാണത്. അപ്പോൾ ഈ ഒരു കാഴ്ചയോടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇവർ ഇറങ്ങുന്നത് കണ്ടിട്ട് നമുക്ക് വേണ്ടിയിട്ട് അതിൽ നിന്ന് എടുത്ത് കാണിക്കാമെന്ന് ചേട്ടൻ പറഞ്ഞതാ. അതിലൊരു പീസ് എടുത്ത് കാണിക്കും. ഏകദേശം വലുത് തന്നെ എടുത്തോളി. കരിമീൻ്റെ ഒരു കട്ടുണ്ടല്ലേ ഇത്? വാ, ഫ്രഷ് മീൻ. ഇതിൻ്റെ വലുതും ഉണ്ടാവില്ലേ ഇതിനകത്ത്? ഉണ്ടല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ വന്നത് ഡാമിൻ്റെ എൻട്രിയിലാട്ടോ വന്നത്. ഇപ്പോൾ ഡാമിൻ്റെ
മറു സൈഡിൽ വന്നു. അതായത് 1 കിലോമീറ്ററോളം ഡാമിൻ്റെ ഈ സൈറ്റിൻ്റെ മുകളിൽ കൂടെ നടക്കണം. അപ്പോൾ ഇപ്പുറത്തെത്തുള്ളൂ. ഇപ്പുറത്തെത്തിയപ്പോഴാണ് നിങ്ങൾക്ക് ആ കാഴ്ച മീനിൻ്റെ ഫ്രഷ് മീൻ പിടിക്കുന്നത് കാണിച്ചത്. അടിപൊളി മീനാണ്. അപ്പോൾ അത് കൊടുക്കാനില്ല എന്ന് അവർ പറഞ്ഞത്. കൊടുക്കുന്നില്ല, ഒരു വീട്ടാവശ്യത്തിന് തന്നെയാണ്. ഇവിടുന്ന് ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ ഈ അടി പിടിക്കുന്നുണ്ട്, മീൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് നടന്ന് ഒന്ന് അതിൻ്റെ വിഷയമൊന്നും കാണിച്ചില്ല. ഏകദേശം 1 കിലോമീറ്റർ ആണതാ. അപ്പം നമ്മുടെ വീഡിയോ മീൻപിടുത്തവും ഡാം സെറ്റൊക്കെ കണ്ട് അടിപൊളിയല്ലേ, അങ്ങനെ തൃപ്തിയായി എല്ലാവർക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് beuttifull പറഞ്ഞ ഈ ചാനലിലേക്ക് കടന്നു വരുന്നവർ, പുതിയതായിട്ട് വരുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഫസ്റ്റ്. എന്നിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ. അതുപോലെ തന്നെ ഇനിയും കൊല്ലങ്കോടിൻ്റെ പല പ്രദേശങ്ങളും ഇതുപോലെ തന്നെ നല്ല സ്റ്റൈലും പ്രദേശങ്ങൾ ഒരുപാടുണ്ട് കൊല്ലങ്കോട്. ഈ കൊല്ലങ്കോട് എന്ന് പറഞ്ഞാൽ ഒരു പ്രകൃതി സൗന്ദര്യം കൂടി നിൽക്കുന്ന, അതുപോലെ തുളുമ്പി നിൽക്കുന്ന കേരളത്തിൻ്റെ ഒരു അറ്റാണിത് കൊല്ലങ്കോട്. ഇനിയും പല വീഡിയോസിൽ, അതായത് ഞാൻ ഇനിയിപ്പോൾ പോകാനുള്ളത് വാട്ടർഫാൾസൊക്കെ ഉണ്ട്, അതൊക്കെ കാണിച്ചു തരും അടുത്ത വീഡിയോയിൽ. ഇതൊരു സിനിമ ലൊക്കേഷൻ വീഡിയോ അല്ല കേട്ടോ, അതേ പറയണം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നല്ല നല്ല കമൻറ്റ്. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ.